11:40 കേട്ടോ സമയം. ഏതേലും ഒരെണ്ണം കണ്ണു തുറന്ന് വെച്ചേക്കുന്നത് നിങ്ങൾ കണ്ടോ, കട്ട ഉറക്കത്തിലാണ് കേട്ടോ. വെയിലടിച്ചത് പോലും പിള്ളേർ അറിയുന്നില്ല, അങ്ങനെ ഉറങ്ങുന്ന കേട്ടോ. വെട്ടി വെച്ചാൽ അനങ്ങിയില്ലാത്ത രീതിയിലാട്ടോ ഉറങ്ങുന്നത്. പക്ഷേ ഞാനകത്തുനിന്ന് എന്തേലും വായിക്കാത്തിട്ടാലോ, ഇല്ല വെച്ചാൽ വല്ല കരിക്കുന്ന പൊരിക്കുന്ന സൗണ്ട് വല്ലതും കേട്ടാലോ അപ്പം മണി അടിച്ചതുപോലെ ദേ വന്ന് മുന്നിൽ നിൽക്കും കേട്ടോ. പിന്നെ ഇവർക്ക് നമ്മൾ ചോറ് കൊടുക്കാൻ സ്റ്റാർട്ട് ചെയ്തെന്ന് പറയുമ്പം 12 o'clock കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഇവർ 3ാമത്തെ ബാച്ചാണ്. അപ്പോൾ ഇവർക്ക് അറിയാം ഇവർ 3ാമത്തെ ബാച്ചാണെന്നൊക്കെ പറഞ്ഞിട്ട് ഫസ്റ്റ് ബാച്ച് നമ്മൾ മിക്സ് ചെയ്യണ സമയം തന്നെ അവിടെ വന്ന് ക്യൂ കിടക്കും കേട്ടോ. അത് നമ്മുടെ അസ്കിയാണ് കേട്ടോ ഈ ഉറങ്ങുന്നത്. കമ്പിളി മാറ്റാൻ വേണ്ടി പറ്റും. ഞാൻ കിടക്കുന്ന സ്ഥലമായിരുന്നു കേട്ടോ. ഞാൻ രാവിലെ എണീറ്റ് നമ്മൾ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മടക്കി വെക്കാമെന്ന് നോക്കുമ്പോഴേക്ക് ഇവളുമാർ കയറി കിടക്കുക. പിന്നെ ഞാൻ ഒരു ഡിസ്റ്റർബ് ചെയ്തില്ല, നല്ല ക്ലീൻ ആയിട്ട് വെച്ചേക്കും കേട്ടോ. അത് കാരണം ഞാൻ ഒന്നും ചെയ്യില്ല. അവരെപ്പോൾ എണീറ്റ് വരുന്നു അപ്പോഴേക്കും ഞാനിതൊക്കെ എടുത്ത് ക്ലീനായിട്ട് മടക്കി വെക്കുവേ. ഒരാൾ കിടക്കുന്നുണ്ടോ, ഇത്രയും സംഭവം ഇവിടെ നടക്കുന്നു, എന്നിട്ട് ആരെങ്കിലും അറിയുന്നുണ്ടോ നോക്കണേ. അടുത്ത ആളെ കാണിച്ചു തരാം. ഇത് നമ്മുടെ കോൺഫിഡൻറ്റുകാരി ആശുക്കുഞ്ഞാണ്. അവൾ പിന്നെ കാലൊക്കെ വെച്ച് അങ്ങനെ കിടക്കത്തുള്ളൂ. അവളുടെ പല പൊസിഷനാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ആൾ നമ്മുടെ അന്നാമ്മയാണ് കേട്ടോ. അന്നാമ്മയുടെ ഉറക്കം കണ്ടോ, വായും പല്ലൊക്കെ കാണിച്ചു വെച്ചത്. അവളെ ഡിസ്റ്റർബ് ചെയ്യാൻ വേണ്ടി പോയിരിക്കുന്ന കേട്ടോ. ഇപ്പം കിട്ടും അവൾക്ക്. ആശു എന്ന് പറയുമ്പോൾ ഡിസ്റ്റർബൻസിൻ്റെ ആളാണ് കേട്ടോ. ഇതെല്ലാ പരിപാടിയും കഴിഞ്ഞ് വെച്ച് നമ്മളൊന്ന് ഉറങ്ങാൻ വേണ്ടി കിടക്കുവാണെങ്കിൽ ഇവളുമാരും ഉറങ്ങത്തില്ല. അപ്പം പോയി കിടന്ന് ഉറങ്ങടി എന്ന് പറഞ്ഞാൽ ഫുള്ളി നമ്മൾ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടേയിരിക്കും കേട്ടോ. അങ്ങനത്തെ ആൾക്കാരാണ് കേട്ടോ. ഇതേ കുരിപ്പുകളിലൊക്കെ ഇങ്ങനത്തെ കുരിപ്പുകൾ നിങ്ങളുടെ വീട്ടിലൊക്കെ ഉണ്ട്. ഞങ്ങളുടെ വീട്ടിൽ ഇങ്ങനത്തെ കുരിപ്പുകളേ ഉള്ളൂ കേട്ടോ. നിങ്ങളെ കൊണ്ട് പക്ഷെ ഒരു നല്ലൊരു